ഹലോ എവരിവൺ. നമ്മൾ കണ്ണൂരുകാർ ഇങ്ങനെയല്ല കേട്ടോ. നമ്മൾ കണ്ണൂരുകാർ മാത്രമല്ല, മലയാളീസേ ഇങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിലുണ്ടായ ഇൻസിഡൻസിന്റെ ബേസിൽ നിങ്ങൾ ഒരിക്കലും മലയാളീസിനെയോ അല്ലെങ്കിൽ കണ്ണൂർക്കാരെയോ വിലയിരുത്തരുത് കേട്ടോ. ഇതുപോലെ പല വീഡിയോസും പല രീതിയിലും മലയാളീസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി കണ്ടു. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പുണ്യഭൂമിയായ കൊട്ടിയൂർ ഹിസ്റ്റോറിക്കലി ട്രഡീഷണലി ഫോളോ ചെയ്യുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അതൊക്കെ കീപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ഈ വോളണ്ടിയേഴ്സ് അവിടെ ഉള്ളത്. ഡേ ബൈ ഡേ കേരളത്തിനകത്തും പുറത്തു നിന്നുമായിട്ട് ജനസാഗരാണ് കൊട്ടിയൂരിലേക്ക് വരുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഒരുപോലെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ പ്ലീസ് നിങ്ങൾ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്ടിരിക്കുക. വോളണ്ടിയേഴ്സ് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഈക്വലി രണ്ടാളെ സൈഡും തെറ്റുണ്ട്. സോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് വോളണ്ടിയേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, ദർശനം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിന്റെ പരിസരത്തും അതുപോലെ നമ്മുടെ പുണ്യനദിയായ ബാവലിപ്പുഴയും നശിപ്പിക്കുന്ന രീതിയിൽ ഇന്നവേസും മറ്റ് വേസ്റ്റേജുകളും ഇടാതെ നോക്കുന്നത്. അല്ല, ഞാനിട്ടൊരു വീഡിയോയിൽ പയ്യാമ്പലം ബീച്ചിലെ വീക്കെൻഡ് റഷിനെ പറ്റിയും ഈ ഒരു മന്തിലുള്ള റഷിനെ പറ്റിയുമാണ് മെയിനായിട്ട് പറഞ്ഞത്. നമ്മുടെ നാടാണ്, അപ്പം നമുക്ക് ഏത് സമയം വേണമെങ്കിൽ പോയിട്ടും എൻജോയ് ചെയ്യാം. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പുറത്തു നിന്ന് വരുന്നവർ എൻജോയ് ചെയ്യട്ടെ, നമുക്കതിന് വേണ്ടി സ്പേസ് ഒരുക്കാം എന്ന് മാത്രമേ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു. അതും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പുറമേ നിന്നും ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ വാമിലി വെൽക്കം മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ നിങ്ങളും കോപ്പറേറ്റ് ചെയ്യുക.